എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തിയായിരുന്നു ബ്രിട്ടീഷ് എംപയറിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് എന്ന് പറയുന്ന ബ്രിട്ടൻ എന്ന് വിളിക്കപ്പെടുന്ന രാജ്യത്ത് എങ്ങനെ റോമൻ റൂള് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. കാരണം ഇമ്പാക്റ്റ് ഓൺ ലാംഗ്വേജ് ആൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മളിനി നെക്സ്റ്റ് കാണാനായിട്ട് പോകുന്നു. ബിഫോർ ദ റോമൻസ് കെയിം, വെരി ഫ്യൂ പീപ്പിൾ കുഡ് റീഡ് ഓർ റൈറ്റ് ഇൻ ബ്രിട്ടൻ. ഇൻസ്റ്റഡ് ഇൻഫർമേഷൻ വാസ് യൂഷ്വലി പാസ്ഡ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ബൈ വേർഡ് ഓഫ് മൗത്ത്. അപ്പം റോമൻസ് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് ഇംഗ്ലണ്ടിൽ എഴുത്ത് വായന എന്നൊക്കെ പറയുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുള്ളൂ. അത്രയും സാക്ഷരതയില്ലാത്ത ഒരു കാലഘട്ടമാണ്. കാരണം 100 വർഷം പോലും ആയിട്ടില്ല. ചരിത്രത്തിൻ്റെ 1900 വർഷങ്ങൾ മുൻപുള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ലിറ്ററസി ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ അപരാധമോ വലിയൊരു വിഷയമോ അല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആദ്യം ഒരു ലിറ്റററി ഐഡിയ ഉണ്ടാക്കുക, അവർക്കൊരു എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കുക എന്നുള്ളതായിരുന്നു റോമൻസിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. കാരണം ഈ എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരിലേക്ക് എങ്ങനെയാണ് മെസ്സേജുകൾ പാസ് ചെയ്യുക? അപ്പോൾ അവിടെ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഞാൻ ഒരാൾ അപ്പുറത്ത് നിൽക്കുന്ന ആളോട് പറയും, നാളെ രാജാവ് ഇന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ രാജ്യത്തുള്ള എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാളതറിഞ്ഞു. അയാൾ പോയിട്ട് അയാളുടെ സുഹൃത്തിനോട് പറയും, അല്ലെങ്കിൽ അയാളുടെ അപ്പുറത്തെ വീട്ടിലെ ആളോട് പറയും. അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ, ഒരു ഓറൽ കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് എന്ത് നടന്നിരുന്നത്? അന്നത്തെ ഇൻഫർമേഷൻ പാസിംഗ് എന്ന് പറയുന്നത് നടന്നിരുന്നു. എന്നാൽ പുതിയ ഒരു ഭരണ സംവിധാനത്തിന് കീഴിലേക്ക്, അല്ലെങ്കിൽ റോമൻസ് അഡ്മിനിസ്ട്രേഷനിലേക്ക് ഇംഗ്ലണ്ട് മാറിയതോടുകൂടി വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. The Romans wrote down their history, their literature and their laws. Their language was called Latin. പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്ന് റോമൻസിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം അതായിരുന്നു. അവരവരുടെ ചരിത്രത്തെക്കുറിച്ച് ബോധമുള്ളവരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലിറ്റററി വർക്ക്സിൻ്റെ ഒരു ശേഖരം തന്നെയുണ്ട്. ഒപ്പം തന്നെ അവരവരുടെ നിയമസംഹിത കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ അവരുടെ ലാംഗ്വേജിൻ്റെ പേരാണ് ലാറ്റിൻ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. റോമനൈസേഷൻ എന്ന് പറഞ്ഞാലും ലാറ്റിനൈസേഷൻ എന്ന് പറഞ്ഞാലും ഒരു കാലഘട്ടത്തിൽ സെയിം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്ന രണ്ട് വാക്കുകളാണ്. കാരണം റോമൻസിൻ്റെ ലാംഗ്വേജ് ആയിട്ടുള്ള ലാറ്റിനിലേക്ക് ആൾക്കാരെ മാറ്റുന്നതിനെയാണ് ലാറ്റിനൈസേഷൻ എന്ന് പറയുന്നത്. അവരുടെ ആചാര അനുഷ്ഠാന രീതികളിലേക്ക് മറ്റുള്ളവരെ വളർത്തിയെടുക്കുന്ന അല്ലെങ്കിൽ മോൾഡ് ചെയ്തെടുക്കുന്ന രീതിയാണ് റോമനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ഏകദേശം സെയിം ഇമ്പാക്റ്റ് തരുന്ന വേർഡുകൾ തന്നെയായിരുന്നു. ഇറ്റ് സ്പ്രെഡ് ഇൻ ദി ന്യൂ ബിൽഡ് റോമൻ ടൗൺസ്. Britain got lots of words and phrases from Latin. അപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ബ്രിട്ടീഷ് ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ഒരുപാട് ഫ്രേസുകൾ, ഒരുപാട് വേർഡ്സ് ആര് കോൺട്രിബ്യൂട്ട് ചെയ്തു? ഈ പറയുന്ന റോമൻസ് അവരുടെ ലാറ്റിൻ ഭാഷയിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്തു. വേർഡ്സ് ലൈക്ക് എക്സിറ്റ്, പെഡസ്ട്രിയൻ ആർ സം എക്സാമ്പിൾസ്. എക്സിറ്റ് എന്ന് പറയുന്ന വാക്ക് ഇംഗ്ലീഷിലുള്ളതല്ല, ലാറ്റിനിലുള്ളതാണ്. ഇവരുമായിട്ട് കൂടിച്ചേർന്ന കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കടന്നു വന്ന വാക്കാണ് എക്സിറ്റ് എന്ന് പറയുന്നത്. പെഡസ്ട്രിയൻ ആ വാക്ക് ഇംഗ്ലീഷ് വാക്കിലുള്ളതല്ല, പക്ഷേ റോമൻസുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ട് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നും കടമെടുത്ത വേർഡാണ് പെഡസ്ട്രിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ ഉദാഹരണമായിട്ട് കണക്കാക്കാം. വേറെയും ഒരുപാട് വാക്കുകളുണ്ട്. ബ്രിട്ടീഷ് കോയിൻസ് ആർ ബേസ്ഡ് ഓൺ റോമൻ ഡിസൈൻ ആൻഡ് സം ഓഫ് ദി lettering is in Latin. For example, words written around the edge of some British pounds is the phrase twice
ഇറ്റ് ട്വിറ്റമൻ വിച്ച് മീൻസ് ഗ്ലോറി ആൻഡ് പ്രൊട്ടക്ഷൻ. അതായത് ഇംഗ്ലണ്ടിലെ പല കോയിൻസിനും, അതായത് നമുക്കറിയാം ഇംഗ്ലണ്ടിൽ പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഉപയോഗിക്കുന്ന പൗണ്ടിൻ്റെ നാണയത്തിൽ പോലും എന്ത് ചെയ്യാൻ തുടങ്ങി? ലാറ്റിനൈസേഷൻ കടന്നു വരാനായിട്ട് തുടങ്ങി. ആദ്യം ലാറ്റിനിൽ എഴുതിയിരിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഗ്ലോറി ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാണ് അവർ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ ആ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലല്ല, ലാറ്റിനിലാണ് എന്നുള്ളത് ലാറ്റിൻ ഭാഷയ്ക്ക് ഇംഗ്ലണ്ടിൽ കിട്ടിയ പ്രചാരത്തിൻ്റെ, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം ലാറ്റിനൈസേഷനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, റോമൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. റോമിൽ ഒരുപാട് ടൗണുകൾ ഉണ്ടാവും, സിറ്റീസ് ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള പറിച്ചു നടൽ ഇംഗ്ലണ്ടിലും അവർ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം ഒരുപാട് റോമൻസ് ഇംഗ്ലണ്ടിൽ വന്ന് താമസിക്കാൻ പോവാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു സ്റ്റൈല് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ടാവും. The Romans introduced the idea of living in big cities and towns. Roman towns were laid out in a grid. Grid is a rectangular array of squares or rectangles of each size. കുറേ റെക്ടാങ്കിൾസോ സ്ക്വയേഴ്സോ ഒരേ സൈസിലുള്ളത് അടുക്കി അടുക്കി വെക്കുന്ന രീതിയാണ് ഗ്രിഡ് എന്നവർ വിളിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ ടൗണിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. പോപ്പുലേഷൻ്റെ കാര്യത്തിലായാലും വിസ്തീർണത്തിൻ്റെ കാര്യത്തിലായാലും ഒരേ ഷേപ്പിൽ നിൽക്കുന്ന ഈക്വൽ പാർട്സ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് റോമൻസിൻ്റെ ഒരു രീതിയായിരുന്നു. അതുപോലെ തന്നെ വലിയ ടൗണുകളും അതുപോലെ തന്നെ സിറ്റീസും ക്രിയേറ്റ് ചെയ്ത് അവിടെ അവർക്ക് വേണ്ട അമ്യൂസ്മെൻറ്റ്സ് മുഴുവൻ കൊണ്ടുവന്ന് ഒരു സുഖജീവിതം നയിക്കുന്നതിൻ്റെ സന്തോഷം, പ്ലഷർ എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് കാട്ടിക്കൊടുത്തതും റോമൻസ് തന്നെയാണ്. സ്ട്രീറ്റ്സ് ക്രിസ് ക്രോസ്ഡ് ദ ടൗൺസ് ടു ഫോം ബ്ലോക്സ് കോൾഡ് ഇൻസുലെ. In the middle was the forum, a big market square where people came to trade. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. സ്ട്രീറ്റ്സ് ക്രിസ് ക്രോസ്ഡ് ദ ടൗൺ ടു ഫോം ബ്ലോക്സ് കോൾഡ് ഇൻസുലെ. ഇൻസുലെ എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ്സിൻ്റെ ക്രിസ് ക്രോസ് ആയിട്ട് വരുന്ന, രണ്ടും കൂട്ടിമുട്ടുന്ന ടൗൺ ഏരിയയുടെ ആ ഒരു ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലെ. അന്നത്തെ കാലത്ത് വിളിച്ചിരുന്ന പേരാണ് പറയുന്നത്. ഇന്ന് ചിലപ്പോൾ ടൗൺ എന്ന് പറയുമായിരിക്കും, മേജർ സിറ്റി എന്ന് പറയുമായിരിക്കും, മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് വിളിക്കുമായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. അന്ന് അവർ വിളിച്ചിരുന്ന പേരാണ് ഇൻസുലെ. ഇൻ ദ മിഡിൽ വാസ് ദ ഫോറം. അപ്പോൾ ഈ ഇൻസുലയുടെ നടുക്കിലായിട്ട് ഒരു ഫോറം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ഥലം ഉണ്ടാവും. ഈ ഫോറത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എ ബിഗ് മാർക്കറ്റ് സ്ക്വയർ വേർ പീപ്പിൾ കെയിം ടു ട്രേഡ്. സാധാരണ ജനങ്ങൾക്ക് അവരുടെ വ്യാപാര വ്യാവസായിക സംരംഭങ്ങളുടെ ഭാഗമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയകൾ, കച്ചവടം നടത്തുന്നതിനുള്ള സ്ഥലമാണ് ഫോറം എന്ന് അറിയപ്പെടുന്നത്. Some important British towns and cities have their origin in Roman town. അപ്പോൾ ഇന്നത്തെ ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട ചില ടൗണുകളും സിറ്റീസിനൊക്കെ പണ്ട് പുരാതന കാലം തൊട്ടേയുള്ള ചരിത്രം പറയാണ്ട്. അതുകൊണ്ടാണല്ലോ മാഞ്ചസ്റ്ററൊക്കെ ഇപ്പോഴും ഫേമസ് ആയിട്ട് നിലനിൽക്കുന്നത്. മാഞ്ചസ്റ്റർ പണ്ട് കാലം തൊട്ടേ ഫേമസ് ആയിരുന്ന, വളരെ പോപ്പുലറൈസ് ചെയ്യപ്പെട്ട ഒരു കൗണ്ടി ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. നമുക്ക് നോക്കാം. If a place name has Chester, Castor or Cester in it, it is almost certainly Roman origin. The word Chester comes from the Latin word castrum, which means a fort. ഏതെങ്കിലും സ്ഥലങ്ങളുടെ പേരുകൾ ചെസ്റ്റർ, അതുപോലെ തന്നെ കാസ്റ്റർ, അതുപോലെ സെസ്റ്റർ എന്ന പേരുകളിൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് ലാറ്റിൻ ഒറിജിൻ ആയിരിക്കും. കാരണം
ഈ ചെസ്റ്റർ എന്ന വാക്കിന് ലാറ്റിൻ ഭാഷയിലുള്ള അർത്ഥം ഫോർട്ട് എന്നാണ്. ഒരു പർട്ടിക്കുലർ പ്ലേസിനെ, ഒരു സിറ്റീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർട്ട് പണിയുന്നത്. അപ്പോൾ ആ ഫോർട്ടിൻ്റെ അകത്തുള്ള ആ ഒരു പ്ലേസിനെയാണ് ഇൻസൈഡ് ദ ചെസ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ അതിന് ഓരോ പേരുകൾ നിർവചിക്കപ്പെടുന്നു. ആ പേരിൻ്റെ അവസാനം ഈ പറഞ്ഞ ബാക്കി കഷ്ണം ചേർത്ത് വയ്ക്കും, ചെസ്റ്റർ എന്നുള്ളത് ചേർത്ത് വയ്ക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാഞ്ചസ്റ്ററൊക്കെ പണ്ട് പുരാതന കാലം തൊട്ടേയുള്ള നഗരങ്ങളാണ്, ഒരു ലാറ്റിൻ ഒറിജിനുള്ള നഗരമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ പേരിൻ്റെ അവസാനം ചെസ്റ്റർ വന്നിരിക്കുന്നത്. കൊൾച്ചസ്റ്റർ, ഗ്ലോസസ്റ്റർ, ഡോൺകാസ്റ്റർ ആൻഡ് മാഞ്ചസ്റ്റർ are some important British towns and cities that testify the Roman influence. ഇംഗ്ലണ്ടിൽ റോമൻ ഇൻഫ്ലുവൻസിൻ്റെ ബാക്കി പത്രം എന്ന് വിളിക്കാവുന്ന ചില സ്ഥലങ്ങളാണ് കൊൾച്ചസ്റ്റർ, ഗ്ലോസസ്റ്റർ, ഡോൺകാസ്റ്റർ ആൻഡ് മാഞ്ചസ്റ്റർ എന്നൊക്കെ പറയുന്നത്. എല്ലായിടത്തും ഈ കാസ്റ്റർ, ചെസ്റ്റർ, വെസ്റ്റർ, സെസ്റ്റർ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കടന്നു വരുന്നത് റോമൻ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ടാണ്. London was pre-Roman, but it gained prominence during the time of Roman rule. Earlier it was called Londinium. When the Romans invaded, they built a fort inside the river Thames. Beside the river Thames, traders from all over the Roman Empire flocked here to exchange their goods. London became the most prominent city in Roman Britain. അപ്പോൾ റോമൻ റൂളിൻ്റെ കാലത്ത് തൊട്ടേ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട നഗരമാണ് ലണ്ടൻ എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ലണ്ടനിൽ അവർ ഈ ചെസ്റ്റർ, മാഞ്ചസ്റ്റർ, കാസ്റ്റർ എന്നൊക്കെയുള്ള പ്രയോഗം കൊണ്ടുവന്നില്ല. അല്ലെങ്കിൽ ലൻചെസ്റ്റർ, ലൻകാസ്റ്റർ എന്നുള്ള പേരൊക്കെ വന്നേന്. പക്ഷെ അതവർ മാറ്റാനായിട്ട് തയ്യാറായില്ല. കാരണം അന്ന് തന്നെ ലണ്ടോനിയം എന്ന പേരിലാണ് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. അന്ന് അവർ റോമൻസ് ഈ സ്ഥലം പിടിച്ചെടുത്ത് അവിടെ റിവർ തെയിംസിൻ്റെ സൈഡിലായിട്ട് ഒരു സിറ്റിയൊക്കെ ബിൽഡ് ചെയ്ത് അതിനൊരു ഫോർട്ട് അറേഞ്ച് ചെയ്ത് അതിനെ ഉള്ളിലാക്കി നിലനിർത്തി. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവിടെ ഇംഗ്ലണ്ടിൻ്റെ പ്രധാനപ്പെട്ട കച്ചവടം നടക്കുന്ന മേഖലയാക്കി അതിനെ മാറ്റിയെടുക്കുകയും റോമിൽ നിന്നുള്ള എല്ലാ കച്ചവടക്കാരും ഇംഗ്ലണ്ടിൻ്റെ ഈ പറയപ്പെടുന്ന ഭാഗത്ത് വന്ന് കച്ചവടം ചെയ്യുന്ന ഒരു രീതി ക്രിയേറ്റ് ചെയ്തെടുത്ത് പണ്ട് തൊട്ടേ ലണ്ടനെ ഒരു പ്രോസ്പെറസ് സിറ്റിയാക്കി അല്ലെങ്കിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ സിറ്റിയാക്കി മാറ്റാൻ വേണ്ട നടപടികളൊക്കെ അവർ സ്വീകരിച്ചിരുന്നു. ഇൻ ഷോർട്ട്, റോമൻ റൂൾ പ്ലേഡ് a pivotal role to change all aspects British life. Even after they were gone, the Romans left their mark all over the country. The Romans left behind new towns, forts, plants, animals, new religion, and ways of reading and counting. റോമൻസ് വളരെ ചുരുങ്ങിയ കാലം മാത്രം ബ്രിട്ടനിൽ സ്വാധീനം ചെലുത്തിയിരുന്ന രാജ്യം ആയിരുന്നെങ്കിൽ കൂടിയും റോമൻസ് ഇവിടെ വന്നു പോയതിൻ്റെ ഒരു ഓർമ്മ, അതിൻ്റെ ഒരു ക്ലിയർ ചിത്രം ഇന്നും ഈ രാജ്യത്ത് ബാക്കി നിർത്തിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിലതാണ് പറയുന്നത്. റോമൻസ് ലെഫ്റ്റ് ന്യൂ ടൗൺസ്, അവർ ക്രിയേറ്റ് ചെയ്തെടുത്ത പുതിയ ടൗണുകൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ന്യൂ സിറ്റീസ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. ന്യൂ ഫോർട്ട്സ്, അവർ അവരുടെ അധീനതയിലായിരുന്ന സമയത്ത് ആ പർട്ടിക്കുലർ പ്ലേസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിർമ്മിച്ച കോട്ടകൾ അടക്കം ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത്. പുതിയ ചില പ്ലാന്റുകളെ പരിചയപ്പെടുത്തി, പുതിയ ചില ആനിമൽസിനെ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഹോഴ്സ് റൈഡിങ് പോലെയുള്ള കാര്യങ്ങൾ ഇംഗ്ലണ്ടിലെ ജനങ്ങളെ പരിചയപ്പെടുത്തിയത് റോമൻസ് ആണ്. ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ള ഒരു ന്യൂ റിലീജിയൻ കൊണ്ടുവന്ന് അവരെ ആ റിലീജിയനിലേക്ക് അടുപ്പിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് റീഡിങ്, കൗണ്ടിങ് എന്നൊക്കെ പറയുന്ന മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ചില ക്വാളിറ്റികൾ ഇവരിൽ ഇംപ്രൂവ് ചെയ്തെടുക്കാനുള്ള പരിശ്രമവും ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? ഈ പറയുന്ന റോമൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി.
ഇനി അവരുടെ അഡ്വെന്റ് ഓഫ് ക്രിസ്ത്യാനിറ്റി കൊണ്ട് എന്ത് മാറ്റം, എന്ത് നേട്ടമാണ് ഇംഗ്ലണ്ടിന് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ദ റൈസ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഫ്രം എ പെർസിക്യൂട്ടഡ് സെക്ട് ടു എ global religion is a remarkable story. In the first century, Britain had its own set of religious beliefs. A kind of paganism prevailed there. Into this superstitious world came a new belief from the East, Christianity. അതായത് ഇംഗ്ലണ്ടിൽ ക്രിസ്ത്യാനിറ്റിയുടെ കടന്നുവരവിന് കാരണമായത് റോമൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ റോമൻസ് അവരുടെ നാട്ടിൽ ഫലപ്രദമായ രീതിയിൽ കൊണ്ടു നടന്നിരുന്ന ഒരു മതവിശ്വാസത്തെ ഇംഗ്ലണ്ടിലേക്ക് പറിച്ചു നടുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടതായിട്ട് വരും. ആ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് അതിന് കൃത്യമായിട്ടുള്ളൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്ത് അത് ഇംഗ്ലണ്ടിലെ ജനങ്ങളിൽ അവർ അപ്ലൈ ചെയ്യുകയായിരുന്നു. അവിടെയും വലിയൊരു പ്രശ്നമുണ്ട്. റോമിലുൾപ്പെടെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേഴ്സിക്യൂഷൻ അനുഭവിക്കേണ്ടി വന്ന ആൾക്കാരുണ്ട്. മതപീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ആൾക്കാരുണ്ട്. ആ മതപീഡനത്തിന് ഇരയാക്കപ്പെട്ട ഒരു മതവിശ്വാസം തന്നെ ലോകത്തിൻ്റെ എൻറ്റയർ വേൾഡിൻ്റെ തന്നെ മതമായിട്ട് മാറാൻ തക്ക രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ റോമൻസിൻ്റെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സ് ഇവിടെ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. ആ ബിലീഫ്സിനെ മറികടന്നുകൊണ്ട് പുതിയൊരു വിശ്വാസ സത്യം ജനങ്ങളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുക, ഇമ്പാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതയാണത്. നമ്മളൊരു കാര്യം ഒരു വട്ടം വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലേസിലേക്ക് വേറൊരു വിശ്വാസത്തെ പറിച്ചു നടണമെങ്കിൽ ഒരുപാട് നാളത്തെ ശ്രമകരമായിട്ടുള്ള പണിയെടുക്കേണ്ട ഒരു ആവശ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ റോമൻസ് കൃത്യമായിട്ട് മറികടക്കുകയും അവരുടെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് അപ്രോച്ചിലൂടെ ലോകത്തിൻ്റെ നാനാവിധത്തിലുള്ള തുറകളിലേക്കും അവർക്ക് ഈ മതത്തെ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സക്സസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇൻ ദി ഫസ്റ്റ് സെഞ്ച്വറി there was not an organized attempt to convert the British people. The organized attempt began when Roman traders and artisans arriving in Britain, spreading the story and teaching of Jesus Christ among the British people. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ റോമൻസ് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്ന ഉടനെ ചെയ്തത് ഇംഗ്ലണ്ടിലുള്ളവരൊക്കെ പിടിച്ച് ക്രിസ്ത്യൻസ് ആക്കല്ല. അതിനുള്ളൊരു ശ്രമം പോലും അവർ അന്ന് നടത്തിയിട്ടില്ല. പക്ഷേ കാലക്രമത്തിൽ ബ്രിട്ടനുമായിട്ട് ഒരുപാട് ട്രേഡിങ് നടത്തി റോമൻസ് കൂടുതലായിട്ട് ആർട്ടിസൻസും ട്രേഡേഴ്സും ഒക്കെ ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരാനായിട്ട് തുടങ്ങിയപ്പോൾ, അവരുമായിട്ടുള്ള കൂടുതൽ ഇൻ്ററാക്ഷൻസ് വരാൻ തുടങ്ങിയപ്പോൾ അതിലൂടെ പതുക്കെ പതുക്കെ ക്രൈസ്റ്റിൻ്റെ ടീച്ചിങ്സും ക്രൈസ്റ്റ് ചെയ്ത അത്ഭുത പ്രവർത്തികളെ കുറിച്ചുള്ള സ്റ്റോറീസും ഒക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ഒരു മാസീവ് കൺവേർഷൻ ഇംഗ്ലണ്ടിൽ നടക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനിറ്റി ഇവിടെ മാക്സിമം സ്പ്രെഡ് ചെയ്യണമെന്നും ഓവറോൾ യൂറോപ്പിലെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ക്രിസ്ത്യാനിറ്റിയുടെ ശക്തമായിട്ടുള്ള നിലനിൽപ്പ് വേണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടല്ല റോമൻസ് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്നു. After the Roman conquest of Britain and after Christianity was legalized in Roman Empire, individual Christian Romans came into Britain for the purpose conversion. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ശ്രമത്തിന് ശ്രമിച്ചില്ലെങ്കിലും പിന്നീട് പതുക്കെ പതുക്കെ റോമൻ കോൺക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടനിൽ ക്രിസ്ത്യാനിറ്റി പതുക്കെ 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 വേര് പിടിക്കാനായിട്ട് തുടങ്ങി. ആ ക്രിസ്ത്യാനിറ്റി റോമൻ എംപയറിലൂടെ ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്ന് പിന്നീട്
ഈ ബ്രിട്ടീഷുകാരെ റോമനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ക്രിസ്ത്യനൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ആ ഒരൊറ്റ പർപ്പസിന് വേണ്ടി ഒരുപാട് പേര് ഇങ്ങോട്ട് ബ്രിട്ടനിലേക്ക് ഒഴുകി വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് അവരുടെ ഒരു പോളിസിയുടെ ഭാഗമാക്കി മാറ്റി. അതുവരെ അങ്ങനെ ഒരു നീക്കത്തിന് അവർ ശ്രമിച്ചിരുന്നില്ല. വളരെ കാഷ്വൽ അപ്രോച്ചിൽ താല്പര്യമുള്ളവർക്ക് ഈ മതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷെ ആ സ്വാതന്ത്ര്യം, ആ സ്വതന്ത്രമായിട്ടുള്ള സമീപനം അവർ മാറ്റുകയും പതിയെ പതിയെ അവരൊരു റിജിഡ് ഫോർമാറ്റിലേക്കും ഒരു അഗ്രസീവ് കൺവേർഷൻ ക്യാമ്പയിനിങ്ങിലേക്കും അവർ കടന്നു വന്നു. ഗ്രിഗോറിയൻ മിഷൻ. ഗ്രിഗറി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മിഷൻ്റെ ഭാഗമായിട്ട് ഗ്രിഗോറിയൻ മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. പോപ്പിൻ്റെ പേരാണ് ഗ്രിഗറി എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പ് അന്നത്തെ റോമൻ പീപ്പിളിനോട് ആവശ്യപ്പെട്ടു, നമ്മുടെ ഈ മതം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തണം. അതിനു വേണ്ട കൺവേർഷൻ പ്രോസസ്സ് നമ്മൾ ഇവിടുന്ന് തുടങ്ങണം. അപ്പോൾ ഇംഗ്ലണ്ട് നമ്മളുടെ അധീനതയിലുള്ള സ്ഥലമായതുകൊണ്ട് ഇംഗ്ലണ്ടിൽ ഒരു ഹ്യൂജ് കൺവേർഷൻ നടത്തി മാക്സിമം ഫോളോവേഴ്സിനെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് പോപ്പ് ഗ്രിഗറി അന്നത്തെ റോമൻസിന് കൊടുത്ത ഉപദേശം. ആ ഉപദേശം ശിരസ വഹിച്ച് ഇംഗ്ലണ്ടിലെ ജനങ്ങളെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു വലിയ ഗ്രൂപ്പ് തന്നെ മിഷണറീസായിട്ടും അല്ലാതെയും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടും ഗവർണേഴ്സായിട്ടൊക്കെ ഇംഗ്ലണ്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരുടെയും ലക്ഷ്യം സെയിമാണ്, എങ്ങനെയും റോമനൈസ് ചെയ്യണം. ആരെ? ഇംഗ്ലണ്ടിലെ ജനങ്ങളെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് അടുപ്പിച്ച് അവരെ റോമൻ കൾച്ചറും റോമൻ ലിറ്ററേച്ചറും റോമൻ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു പുതിയ റോം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അല്ലെങ്കിൽ റോം എന്ന് പറയുന്ന സിംഗിൾ എംപററിൻ്റെ കീഴിൽ എംപയറിലേക്ക് ഇവരെ കൂട്ടിച്ചേർക്കണം. ഇതാണ് ഇവരുടെ പ്രോസസ്സ്. അതിനെയാണ് ഗ്രിഗറി മിഷൻ എന്ന് വിളിക്കുന്നത്. Gregorian mission was a very significant event in the history of England. The Gregorian mission was organized by Pope Gregory the Great in the year 597. 597 അന്നത്തെ പോപ്പായിരുന്ന ഗ്രിഗറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളെ പിടിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസീവ് കൺവേർഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഒരു പുതിയ പദ്ധതിയുടെ പേരായിരുന്നു ഗ്രിഗോറിയൻ മിഷൻ എന്ന് പറയുന്നത്. The purpose was to convert Anglo-Saxon Britain into Christianity. Gregory chose Augustine of Canterbury, a Benedictine monk, to lead a mission into Kent. During that time, Ethelbert was the ruler of Kent. The mission was great success and set up the future course of Christianity in Britain. അപ്പോൾ അഗസ്റ്റിൻ എന്ന് പറയുന്ന അഗസ്റ്റിൻ ഓഫ് കാൻറ്റംബററി എന്ന പേരിൽ ഒരാളെ അതിനു വേണ്ടിയിട്ട് ഗ്രിഗറി പോപ്പ് തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിനാണ് ഈ ഒരു മിഷൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം. മാക്സിമം ആളുകാരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരെ റോമൻ കൾച്ചറിൻ്റെ റോമൻ സിവിലൈസേഷൻ്റെ ഭാഗമാക്കി മാറ്റുക. ഇതാണ് ഈ ബെനഡിക്റ്റൻ മങ്കിന് ഗ്രിഗറി എന്ന് പറയുന്ന പോപ്പ് കൊടുത്ത നിർദ്ദേശം. അപ്പോൾ ഇദ്ദേഹം കെൻറ്റിലേക്കാണ് കടന്നു വരുന്നത്. കെൻറ്റ് എന്ന് പറയുന്നത് അന്നത്തെ ആംഗ്ലോ സാക്സൻസിൻ്റെ അധീനതയിലുള്ള ഒരു കൗണ്ടിയുടെ പേരാണ്. ഇനിയും കുറേ കൗണ്ടീസ് ആംഗ്ലോ സാക്സൻസിൻ്റെ കീഴിലുണ്ട്. ആംഗ്ലോ സാക്സൻസ്, ജൂട്ട് എന്ന് പറയുന്ന 3 വിഭാഗമാണ് ആംഗ്ലോ സാക്സൺ എന്ന ഒറ്റ പേരിൽ അറിയപ്പെടുന്നത്. ആംഗ്ലോ സാക്സൻസ്, ജൂട്ട്സ് 3 കാറ്റഗറിയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് എന്ന് പറയുന്ന നെക്സ്റ്റ് പോർഷനിൽ ചർച്ച ചെയ്യും. ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ആംഗ്ലോ സാക്സൻസിൻ്റെ ഗ്രൂപ്പുകളുടെ കീഴിൽ നിലനിന്നിരുന്ന ബ്രിട്ടനിലെ ഒരു കോളനിയാണ്, കൗണ്ടിയാണ് കെൻറ്റ് എന്ന് പറയുന്നത്. ഈ കെൻറ്റിലേക്കാണ് അഗസ്റ്റിൻ ഓഫ് കാൻറ്റംബററി എന്ന് പറയുന്ന ബെനഡിക്റ്റൻ മങ്ക് കടന്നു വരുന്നത്. മങ്ക് എന്ന് വെച്ചാൽ സന്യാസി. അദ്ദേഹം മാക്സിമം ക്രിസ്ത്യനൈസേഷന് വേണ്ടിയിട്ടാണ് കടന്നു വരുന്നത്. അതിലദ്ദേഹം വിജയിക്കുന്നു. കാരണം ഇതൽബർട്ട് എന്ന് പറയുന്ന കെൻറ്റ് രാജാവ് അദ്ദേഹത്തെ റിസീവ് ചെയ്യുകയും
അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഇദൽബർട്ട് ഉൾപ്പെടെയുള്ളവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആവാൻ തയ്യാറാവുകയും ചെയ്തു. ഇദൽബർട്ട് വാസ് കൺവേർട്ടഡ് ടു ന്യൂ റിലീജിയൻ ആൻഡ് ദ മിഷണറീസ് were allowed to preach freely and convert people. ആണ് ഞാൻ പറഞ്ഞത്. ഇദൽബർട്ട് സ്വയം ക്രിസ്ത്യാനി ആയി എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു ക്രിസ്ത്യൻ മതത്തിലേക്ക് മാക്സിമം ബ്രിട്ടീഷുകാരെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്യുകയും അതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്താൻ മോങ്സിന് എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് വേണ്ട എല്ലാവിധ ഫെസിലിറ്റീസും അദ്ദേഹം ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടങ്ങി. മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻ relating to the advent of the Christianity into England comes from Venerable Bede's Ecclesiastical History of the English People. വെനറബിൾ ബീഡ് എന്ന് പറയുന്നത് ആൻഷ്യൻ ബ്രിട്ടനിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള റൈറ്ററാണ്. ബീഡിൻ്റെ മറ്റ് പുസ്തകങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതിൻ്റെയും ഓതർ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം 500കളിലും 600കളിലൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ 1400-1500 വർഷം മുൻപുള്ള ലാംഗ്വേജിനെ കുറിച്ച്, അന്നത്തെ ഉപയോഗത്തെക്കുറിച്ച്, അന്ന് അവർ ഉപയോഗിച്ചിരുന്ന സൈൻ, സിഗ്നേച്ചർ, സിമ്പൽ എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ധാരാളം നിലനിൽക്കുന്നതാണ്. എങ്കിലും വെനറബിൾ ബീഡ് എന്ന് പറയുന്ന ഫേമസ് ബുക്ക് റൈറ്റർ അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതിയിരുന്നു, എക്ലിസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ഇംഗ്ലീഷ് പീപ്പിൾ. അതിൽ അദ്ദേഹം പറയാണ്, ബീഡ് റിമാർക്സ് ദാറ്റ് സോ അഗസ്റ്റിൻ സ്ട്രെങ്തൻഡ് ബൈ ദി എൻകറേജ്മെൻറ്റ് ഓഫ് ദി ബ്ലെസ്ഡ് ഫാദർ Gregory in company with the servants of Christ returned to work of preaching the word and came into Britain. The Gregorian mission caused two major effects. The main effect was the conversion of Kentish kingdom and the establishment of Episcopal Church at Canterbury. Augustine became the first Archbishop of Canterbury in the year 597. He is considered as the apostle to English, the founder of the English Church. അപ്പോൾ ബീഡിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മങ്ക് അദ്ദേഹത്തിൻ്റെ ഫാദർ മീൻസ് അദ്ദേഹത്തിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലിരിക്കുന്ന പോപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രിഗറിയിൽ നിന്ന് ആശീർവാദം സ്വീകരിച്ച് എന്തിനു വേണ്ടി? ബ്രിട്ടനിൽ ക്രിസ്ത്യാനിറ്റിയെ എൻകറേജ് ചെയ്ത് സ്ട്രെങ്തൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അനുഗ്രഹവും മേടിച്ചിട്ട് ക്രൈസ്റ്റിൻ്റെ സെർവൻസ് ആയിട്ടുള്ള, അതായത് കുറേ മിഷണറീസിനെ കൂട്ടിച്ചേർത്തിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവന്ന് ബ്രിട്ടനിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ക്രിസ്തുവിൻ്റെ വാക്കുകളും ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളും നമ്മളോട് പറഞ്ഞ് ആ മതവിഭാഗത്തിലേക്ക്, ആ വിശ്വാസ സത്യത്തിലേക്ക് നമ്മളെ കൊണ്ട് അടുപ്പിക്കാൻ വേണ്ടി. അതിൽ അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആവുകയും ഒരുപാട് ആൾക്കാരെ അല്ല, എൻറ്റയർ കെൻറ്റ് എന്ന് പറയുന്ന കിങ്ഡത്തിനെ അങ്ങനെ തന്നെ കൺവേർട്ട് ചെയ്യാനായിട്ട് അഗസ്റ്റിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ്. അതിനുശേഷം കെൻറ്റിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് കാൻറ്റംബററി എന്ന് പറയുന്നത്. നിങ്ങൾ ജെഫറി ചോസർ എന്ന് പറയുന്ന റൈറ്ററെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ, മോഡേൺ ഇംഗ്ലീഷിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജെഫറി ചോസറിൻ്റെ പുസ്തകമാണ് കാൻറ്റംബററി ടെയിൽസ് എന്ന് പറയുന്നത്. ഈ കാൻറ്റംബററി ടെയിൽസിലൂടെ അദ്ദേഹം കുറച്ച് തീർത്ഥാടകർ കാൻറ്റംബററി ചർച്ച് വിസിറ്റ് ചെയ്യാൻ പോകുന്നതും, ആ പോകുന്ന വഴിക്ക് അവർ ഓരോ കഥ പറയുന്നു, രണ്ടീശ കഥ പറയുന്നു, തിരിച്ചു വരുമ്പോഴും രണ്ടീശ കഥ പറയുന്നു. അങ്ങനെ വലിയൊരു കഥാസമാഹാരമാണ് കാൻറ്റംബററി ടെയിൽസ്. അൺഫോർച്ചുനേറ്റ്ലി അത് പൂർത്തീകരിക്കാൻ ജെഫറി ചോസർക്ക് കഴിഞ്ഞില്ല. അതിനു മുൻപ് അദ്ദേഹം മരണമടഞ്ഞു. പക്ഷെ അതിൽ എഴുതിയ അത്രത്തോളം കഥകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ സ്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന കാൻറ്റംബററിയിൽ ആദ്യമായിട്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച് ക്രിയേറ്റ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിച്ചു? ഈ പറയുന്ന അഗസ്റ്റിനെ കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കാൻറ്റംബററി ആർച്ച് ബിഷപ്പ്,
കാൻറ്റംബററി ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ക്രിസ്ത്യാനിറ്റിയുടെ ടോപ്പ് മോസ്റ്റ് ഹെഡ് എന്ന് പറയുന്നത് പോപ്പാണ്. പോപ്പ് കഴിഞ്ഞാൽ പിന്നെ ആർച്ച് ബിഷപ്പുമാരാണ്. അപ്പം അന്ന് കാൻറ്റംബററി എന്ന് പറയുന്ന ഒരൊറ്റ ആർച്ച് ഡയസിസ് മാത്രമേ അന്ന് റോമിൻ്റെ കീഴിൽ ഇംഗ്ലണ്ടിലുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഏക ആർച്ച് ബിഷപ്പായിട്ടുള്ള അഗസ്റ്റിൻ തന്നെയാണ് ഇംഗ്ലണ്ടിലെ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹം നടപ്പിലാക്കുന്നത് മുഴുവൻ ഗ്രിഗറി പറയുന്ന, പോപ്പ് പറയുന്ന കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാലും അദ്ദേഹത്തിന് ശക്തമായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം ഇംഗ്ലണ്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്ന് ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് ഇവരെ കൺവേർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചപ്പോൾ അവരുടെ ആ ഒരു ശ്രമത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രമം 100% വിജയകരമായി മാറിയതിൻ്റെ പിന്നിൽ ഈ പറയുന്ന ആളുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ, ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ ബെനഡിക്റ്റൻ മങ്ക് വളരെയധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം പേരെ, അല്ലെങ്കിൽ ഒരു എൻറ്റയർ കിങ്ഡത്തിനെ തന്നെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചത്. അദ്ദേഹത്തെ ഇംഗ്ലീഷ് ചർച്ചിൻ്റെ അപ്പസ്തോലൻ എന്നും ഫൗണ്ടർ ഓഫ് ഇംഗ്ലീഷ് ചർച്ച് എന്ന രീതിയിലും അറിയപ്പെടുന്നു. കാരണം ഇംഗ്ലണ്ടിൽ ക്രിസ്ത്യാനിറ്റി കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട ഒരു ഉത്തരം അഗസ്റ്റിൻ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അതിൻ്റെ ആർച്ച് ബിഷപ്പായിട്ട് നിയമിച്ചത്. അനദർ ഇഫക്റ്റ് വാസ് ദ മിഷൻ പ്ലാന്റഡ് ദ സീഡ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇംഗ്ലണ്ട്. ഇറ്റ് കോസ്റ്റ് ദി കൺവേർഷൻ ഓഫ് ദി ഹോൾ ബ്രിട്ടീഷ് ഐൽസ് ഇൻ ലെസ് ദാൻ എ സെഞ്ചുറി. രണ്ടാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന, ഇഫക്റ്റ് എന്ന് പറയുന്നത്, കെൻ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തിനെ ക്രിസ്ത്യാനിറ്റിയുടെ വിത്ത് മുളപ്പിക്കാൻ അഗസ്റ്റിന് കഴിഞ്ഞുവെങ്കിൽ എൻറ്റയർ ബ്രിട്ടീഷ് ഐൽസ് അങ്ങനെ തന്നെ കുടുംബടച്ചു പോയി എന്ന് പറയില്ലേ, എന്ന രീതിയിൽ ബ്രിട്ടീഷ് ഐൽസിനെ മുഴുവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ തുടക്കം കുറിക്കാൻ, അതിനു വേണ്ട വിത്ത് പാകാൻ ആര് കാരണക്കാരനായി? അഗസ്റ്റിൻ കാരണക്കാരനായി. 100 വർഷത്തിൽ താഴെ സമയമെടുത്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് എൻറ്റയർ ബ്രിട്ടൻ കൺവേർട്ടഡ് ആയിട്ട് മാറുന്നു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഇവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, ഈ മങ്സിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള മിഷണറീസിൻ്റെ അകമഴിഞ്ഞ പ്രവർത്തനം. 2, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന മതവിശ്വാസത്തിനും ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിനുണ്ടാക്കിയ ഒരു മൊത്തത്തിലുള്ളൊരു ഇമേജ് ക്രിയേഷനും. രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി വളരെ വേഗത്തിൽ ഒരു 100 വർഷത്തിൽ താഴെ സമയമെടുത്തുകൊണ്ട് എൻറ്റയർ ഇംഗ്ലണ്ടിൽ പടർന്നു പന്തലിക്കാനായിട്ടുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പം ഇത്രയുമാണ് റോമൻസിൻ്റെ റൂള് കൊണ്ട് ഇംഗ്ലണ്ടിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിച്ചു വയ്ക്കുക. ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ് ഇൻ ബ്രിട്ടൻ, അടുത്തൊരു വിഭാഗം ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നതിനെക്കുറിച്ച് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഹെപ്പറ്റാർക്കി എന്ന് പറയുന്ന ഒരു 7 റൂളേഴ്സിൻ്റെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ആംഗ്ലോ സാക്സൺസിൻ്റെ കടന്നുവരവ് ഇംഗ്ലണ്ടിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ഒപ്പം തന്നെ ആൽഫ്രഡ് ദ ഗ്രേറ്റ് എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ടുള്ള, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കണക്കാക്കപ്പെടുന്ന ഒരു രാജാവായിട്ടുള്ള ആൽഫ്രഡ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അടുത്ത ക്ലാസ്സിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസും അദ്ദേഹം എന്തുകൊണ്ട് ഗ്രേറ്റ് ആയി എന്നുള്ള കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.